നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചൂട് പാൽക്കപ്പ കഴിച്ച് എങ്ങനെ ഉണ്ടാവും? നല്ലതായിരിക്കും അല്ലേ? അങ്ങനെ ആഗ്രഹം മൂത്തിട്ട് നമ്മളിന്ന് പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. ഞാൻ ശരിക്കും ഫസ്റ്റ് പാൽക്കപ്പ കഴിക്കുന്നത് കോഴിക്കോടുള്ള ആദാമിൻ്റെ ചായക്കടയിൽ നിന്ന്. അന്ന് പാൽക്കപ്പയും ബീഫുമാണ് കഴിച്ചത്. നല്ലതായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ല ഉപ്പിട്ട് പുഴുങ്ങിയിട്ടുള്ള പൂളക്കിഴങ്ങക്ക് ചെറിയ ഉള്ളിയും അതുപോലെ ചീനമുളകും അരച്ച് പേസ്റ്റ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം തേങ്ങേൻ്റെ 2ാം പാൽ ആദ്യം വയ്ക്കുക. അത് തിളച്ച് വരുമ്പോൾ 1ാം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വറ്റിയതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇതൊന്ന് കളറാക്കാൻ വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം, വറവിട്ട് കൊടുക്കുക. നല്ലോണം വറവിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് അങ്ങനെ കഴിക്കുക. ബീഫ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ബീഫ് ഇല്ലാത്തതുകൊണ്ട് പാൽക്കപ്പയും ചമ്മന്തിയും. അപ്പോൾ അത്രയേ ഉള്ളൂ.